السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും നല്ല നാമങ്ങളെയും ഇസ്മുകളെയും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഷഹീദ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമായി അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മായി പരിചയപ്പെടുത്തപ്പെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 18 സ്ഥലത്താണ് ഈ നാമം വന്നിട്ടുള്ളത്. ആ സ്ഥലങ്ങളിലെല്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട, അവന് മാത്രം യോഗ്യതയുള്ള ആശയത്തിലും അർത്ഥത്തിലുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് ഷഹീദ് എന്ന് പല ആളുകൾക്കും പ്രയോഗിക്കാറുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആളുകൾക്ക് ഷഹീദ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സാക്ഷ്യം വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഷഹീദ് എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഇസ്മായി പ്രയോഗിച്ച ഷഹീദ് അത് ഒരാൾക്കും ആ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാനോ വിളിക്കപ്പെടാനോ പാടില്ലാത്തത്. വഅൻത അലാ കുല്ലി ശൈഇൻ ഷഹീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, വഅൻത തശ്ഹദു അലാ കുല്ലി ശൈഇൻ, അല്ലാഹുവേ നീ തശ്ഹദു അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും നീ സാക്ഷിയാണ്. എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അന്നഹു, കാരണം ലാ യഖ്ഫാ അലൈക ശൈഉൻ, യാതൊന്നും തന്നെ നിന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല, നീ അറിയാതെ യാതൊന്നും നടക്കുന്നതല്ല.
ഇതേ ആശയത്തിൽ മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായൊരു പണ്ഡിതൻ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അശ്ശഹീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അൽ മുത്തലിഉ അലാ ജമീഇൽ അശ്യാ, എല്ലാ വസ്തുക്കളെയും അവൻ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. സമിഅ ജമീഅൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും അവൻ കേൾക്കുന്നുണ്ട്. ഖഫിയ്യഹാ വജലിയ്യഹാ, നേരിയ ശബ്ദമാണെങ്കിലും വലിയ ശബ്ദമാണെങ്കിലും പ്രത്യക്ഷത്തിൽ കേൾക്കപ്പെടാവുന്ന ശബ്ദമാണെങ്കിലും അല്ലെങ്കിലും വഅബ്സറ ജമീഅൽ മൗജൂദാതി ദഖീഖഹാ വജലീലഹാ, എല്ലാ വസ്തുക്കളെയും അവൻ കാണുന്നു, എത്ര സൂക്ഷ്മമായതാണെങ്കിലും എത്ര വലുതാണെങ്കിലും. സഗീറഹാ വകബീറഹാ, എത്ര വലും എത്ര ചെറുതും. വഅഹാത ഇൽമുഹു ബികുല്ലി ശൈ, എല്ലാത്തിനെ സംബന്ധിച്ചും അവന്റെ അറിവ് വിശാലമായി അതിനെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അല്ലദീ ശഹദ ലിഇബാദിഹി വഅലാ ഇബാദിഹി ബിമാ അമിലൂ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ വിചാരണ ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമായും അവർക്ക് പ്രതികൂലമായും, അഥവാ അവർക്ക് അനുകൂലമാകുന്ന നിലക്ക് അവർ ചെയ്ത കാര്യങ്ങളും പ്രതികൂലമായി അവർക്ക് ശിക്ഷിക്കപ്പെടാവുന്ന നിലക്ക് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ അടിമകൾക്കും എടുത്ത് കാണിച്ചു കൊടുക്കാൻ മാത്രം, അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കഴിവുള്ള എല്ലാത്തിനും സാക്ഷിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ നീ ഷഹീദാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ 18ഓളം സ്ഥലത്ത് അത് പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 117-ാമത്തെ ആയത്തിൽ ഞാൻ നിങ്ങൾ ആദ്യം കേൾക്കുവാൻ തആല കുല്ലി ഷഹീദ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിലും ഹജ്ജിലും സബഇലും മുജാദലയിലും നിസായിലും ഇസ്റായിലും അങ്ങനെ ധാരാളം സൂറത്തുകളിൽ അല്ലാഹുവിന്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സുഹൃത്തുക്കളെ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അവൻ ഷഹീദാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ പോലെ എല്ലാ കാര്യത്തിലും ദൃക്സാക്ഷിയായവരാണെന്ന് വിശ്വസിക്കാനേ പാടില്ല. പടച്ചതമ്പുരാനാണ് എല്ലാം കാണുന്നവൻ കേൾക്കുന്നവനും വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പല ഭാഗങ്ങളും നമ്മൾ വിശദീകരിച്ചു പോലാണ്. അലീം എന്ന അള്ളാഹുവിന്റെ പേര് വിശദീകരിച്ചപ്പോൾ, ബസീർ എന്ന പേര് വിശദീകരിച്ചപ്പോൾ, സമീർ എന്ന പേര് വിശദീകരിച്ചപ്പോൾ, ഖബീർ എന്ന പേര് വിശദീകരിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾ പഠിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ദൃക്സാക്ഷിയാണ് എന്ന ബോധമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. എന്നെയും നിങ്ങളെ നന്നാക്കേണ്ടത് ഈ ഇസ്മിലുള്ള വിശ്വാസമാണ്. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള അഗാധമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അല്ലാഹു ഷഹീദാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് എന്താണ് പടച്ചതമ്പുരാന്റെ ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നാളെ പരലോകത്ത് ഏത് മനുഷ്യന്റെയും പ്രവർത്തനം എത്ര കോടി ജനങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും എത്രായിരം വർഷങ്ങൾക്ക് പിമ്പുള്ളതാണെങ്കിലും എല്ലാം പരലോകത്ത് റബ്ബനാ വ്യക്തമായി അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അറാഫിന്റെ ആദ്യ ഭാഗത്ത് കാണാം, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ മാ കുന്നാ ഗായിബീൻ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം. ഏതൊരു സമുദായങ്ങളിലേക്കാണോ നാം പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളതെങ്കിൽ ആ സമുദായങ്ങളോട് മുഴുവൻ നാം ചോദിക്കുക തന്നെ ചെയ്യും. മഹ്ശറിലെത്തിയാൽ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് ദൂതന്മാരെ അല്ലാഹു അയച്ചുവോ ആ ദൂതന്മാരെ അയച്ചിട്ടുള്ള എല്ലാ പ്രബോധിതരായ മനുഷ്യരോടും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും. വലനസ്അലന്നൽ മുർസലീൻ, അല്ലാഹു അയച്ചിട്ടുള്ള മുർസലീങ്ങളോടും അവൻ ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്ന വാചകം നോക്കൂ, ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ, അവർക്കൊക്കെ കൃത്യമായ അറിവോടുകൂടി വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതാണ്. അന്തിസ്ത പറഞ്ഞു കൊടുക്കും പോലെ വ്യക്തമായി അവർക്കങ്ങ് വിശദീകരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ കുന്നാ ഗായിബീൻ, നാം മറഞ്ഞു പോകുന്നവരല്ല.
ഒന്നും എന്റെ അറിവിൽപ്പെടാൻ പോയിട്ടില്ല. എല്ലാവരോടും, ഏതൊരു മനുഷ്യനോടും, എല്ലാവരോടും പടച്ചതമ്പുരാൻ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കൃത്യമായി അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കും. വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, നമ്മളതാണ് വിശ്വസിക്കരുത്. ഒരു മനുഷ്യൻ പ്രവർത്തനം ചെയ്യാൻ ഒരുങ്ങിയാൽ, ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ഒരു കാര്യത്തിനൊരുങ്ങിയാൽ അത് സഹുറൽ അമലു കബുറ, ചെറിയ കാര്യമാകട്ടെ ഇനി വലിയ കാര്യമാകട്ടെ, നിർബന്ധമാണ് അക്കാര്യത്തിലേക്ക് ഞാനങ്ങ് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് 4 വട്ടം ആലോചിക്കണം. എന്നിട്ട് അവൻ അറിയട്ടെ അല്ലാഹ ഷഹീദുൻ അലൈഹി, അല്ലാഹു ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് സാക്ഷിയാണ്. ഫയുഹസിബു നഫ്സഹു, അങ്ങനെ അവൻ തന്നെ ഒന്ന് വിചാരണക്കെടുക്കട്ടെ, ഒന്ന് വിചാരണക്കെടുത്തു നോക്കണം. എന്താണ് അവൻ വിചാരണ ചെയ്യേണ്ടത്? ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അത് ചെറുതാവട്ടെ അല്ലാഹുവിനെ പൊരുത്തപ്പെടുന്ന സംഗതിയാണോ എങ്കിൽ മദാഫിഹി, അവനെ പ്രവർത്തനം ചെയ്തോട്ടെ. വയില്ല, അങ്ങനെയല്ലെങ്കിൽ റദ്ദ നഫ്സുഹു, തന്റെ നഫ്സിനെ അതിൽ നിന്ന് അവൻ പറ്റിക്കളയണം. അനിദ്ദൂലി ഫീഹി, ആ പ്രവർത്തനം ചെറുതോ ആകട്ടെ വലുതോ ആകട്ടെ അതിലേക്ക് പ്രവേശിക്കാതെ വതറക്കഹു, അവൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ. കാരണം എന്താ? അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. പച്ചവൻ ഷഹീദാണ്, അല്ലാഹു ദൃക്സാക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് തൊറഫത്തായി കണ്ണിമ പൊട്ടുന്ന നേരത്തേക്ക് പോലും പടച്ചതമ്പുരാന്റെ ആ നോട്ടത്തിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് അവനെല്ലാത്തിനും സാക്ഷിയാണ്. ഷഹീദാണവൻ, അതാണ് സാക്ഷിയാണ്, ദൃക്സാക്ഷിയാണവൻ എന്നർത്ഥം. ശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത് നോക്കൂ, وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നിങ്ങൾ ഏത് കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഖുർആനിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് ഓതിക്കേൽപ്പിക്കുകയാണെങ്കിലും ഏതൊരു പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകയാണെങ്കിലും ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇതുഫീദൂന ഫീഹി, ഏതൊരു കാര്യത്തിൽ നിങ്ങൾ മുഴുകുകയാണെങ്കിലും ഞാനത് കാണാതെ കേൾക്കാതെ ഞാനതിന് ദൃക്സാക്ഷിയാവാതെ നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ സാധ്യമല്ല. നിന്റെ റബ്ബിൽ നിന്ന് മറഞ്ഞു വെക്കുന്നതല്ല. ആകാശത്തോ ഭൂമിയോ ഒരാൾ തൂക്കം പോലും ഒരു കാര്യം അറിയാതെ നടക്കുന്നില്ല. ഇനി ആ തൂക്കം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ചെറിയ ഒരു തൂക്കം ആധുനിക കാലഘട്ടത്തിലെങ്ങാൻ കണ്ടുപിടിച്ചാലോ അത് അല്ലാഹ് അറിയാൻ പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. അണുത്തൂക്കം എന്ന് പറയുന്ന തൂക്കത്തേക്കാൾ അതിനേക്കാൾ ചെറിയ ഒരു വസ്തുവാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അതും അതിനേക്കാൾ വലുതാവട്ടെ സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ അവയൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ. പടച്ചതമ്പുരാൻ ഷഹീദാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹ് ഷഹീദാന്ന് പറഞ്ഞ് എന്താ ഷഹീദ് എന്ന സാക്ഷി അതങ്ങനെ പറഞ്ഞിരുന്ന പോരാ. നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കണം. ജീവിതത്തെ അത് സ്വാധീനിക്കണം. എങ്ങനെയാണ് അത് സ്വാധീനിക്കേണ്ടത്? ഏതൊരു കാര്യത്തിലും നമ്മൾ ഇതാ അല്ലാഹു അവൻ കാണുന്നു, കേൾക്കുന്നവൻ സാക്ഷിയാണ്. അങ്ങനെ എല്ലാവരെയും കാര്യത്തെ സംബന്ധിച്ചും മുഴുവൻ ആളുകളെ സംബന്ധിച്ചും സാക്ഷിയായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റൊരാളും ആ രംഗത്തില്ല, ഒരാളുമില്ല. അന്ധവിശ്വാസികൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയാറുണ്ട്, അവരെല്ലാ കാര്യത്തിനും ദൃക്സാക്ഷികളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകനാണ്, വഫാത്തായി പോയിട്ടില്ല. ഇനി അവസാന കാലഘട്ടത്തിൽ ഈ സമുദായത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും
ഉമ്മയോടും നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ നബിയെയും ഉമ്മയെയും വിചാരണ ചെയ്യുകയാണ്. ആ അവസരത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് കൊടുക്കുന്ന ഒരു മറുപടി, അല്ലാഹുവിന്റെ ഈ നാമത്തിൽ നമ്മൾ എത്രമാത്രം അടിയുറച്ച് വിശ്വസിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ഈ നാമം പോലെ ഇതേ ആലയത്തിൽ ഒരാളെ സംബന്ധിച്ചും നമുക്ക് വിശ്വസിച്ചുകൂടാ എന്ന യാഥാർത്ഥ്യം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ മറുപടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശ്രദ്ധിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാലല്ലാഹു, അല്ലാഹു പറയുന്ന രംഗം, യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്രൻ ഈസാ. ലോകത്ത് വെച്ച് റബ്ബിന്റെ ചോദ്യമാണ്, വിചാരണയാണ്. അഅന്ത ഖുൽത ലിന്നാസ്, നീ എങ്ങാനും ജനങ്ങളോട് പറഞ്ഞിരുന്നോ ഈസാ എന്ത്? ഇത്തഖിദൂനി വ ഉമ്മിയ, ജനങ്ങളെ നിങ്ങൾ എന്നെയും എന്റെ ഉമ്മയെയും സ്വീകരിച്ചോളൂ. ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ ഞങ്ങളെ നിങ്ങൾ ഇലാഹുകളായി സ്വീകരിച്ചോളൂ എന്ന് ഈസാ നീയും നിന്റെ ഉമ്മയും ജനങ്ങളോട് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നോ? അതുകൊണ്ടാണോ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ആരാധിച്ചത്? ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ആരാധിക്കുന്നല്ലോ, മറിയം ബീവിയെ മേരി എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുന്നല്ലോ, ഈസാ യേശു എന്ന് വിളിച്ചുകൊണ്ട് പല പേരുകൾ വിളിച്ചുകൊണ്ടും ആരാധിക്കുന്നല്ലോ. അങ്ങനെ ആരാധിക്കാൻ നിങ്ങൾ രണ്ടാളും പറഞ്ഞിരുന്നോ? ഈ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യരാക്കിക്കൊള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണോ ജനങ്ങൾ അങ്ങനെ ചെയ്തത്? ഖാല, അതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, മാ യകൂനു ലീ, എനിക്ക് പറ്റില്ലല്ലോ, അന്നഖൂല മാ ലൈസ ലീ ബിഹഖിൻ, സത്യമല്ലാത്ത ഒന്ന് പറയാൻ, സത്യമല്ലാത്ത ഒന്നിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എനിക്ക് അവകാശമാണുള്ളത്. ഞാനത് പറയുകയില്ലല്ലോ. ഇൻ കുന്തു ഖുൽതുഹു, ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതഹു, തീർച്ചയായും നീ അത് അറിയുന്നവനാണല്ലോ. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നീയല്ലേ അറിയുന്നവൻ. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ കാര്യങ്ങളൊന്നും എനിക്കൊട്ടറിയാനും സാധ്യമല്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ എല്ലാ അദൃശ്യകാര്യങ്ങളും നന്നായി ഉള്ളവൻ. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെയും പറയുന്നു, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്നോട് എന്തൊന്നുകൊണ്ടാണോ കൽപ്പിച്ചതെങ്കിൽ, എന്ത് ജനങ്ങളെ പഠിപ്പിക്കാനാണ് നീ എന്നെ അയച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്താണ് ഞാൻ പറഞ്ഞത്? അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ ജനങ്ങളെ. ഏതാണ് അല്ലാഹുവെന്നോ? റബ്ബീ വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ, ഈസാ നബിയുടെ വാക്യം അല്ലാഹു ഉദ്ധരിക്കുന്നത്, വകുന്തു അലൈഹിം ഷഹീദാ, പറഞ്ഞ കാര്യത്തിന് ഞാൻ അവരിൽ ദൃക്സാക്ഷിയായിരുന്നു, ഞാൻ അവരിൽ ഷഹീദായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലത്ത്, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ കാര്യത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്റെ കാര്യം പരിപൂർണമായിട്ട് നീ എന്നെ ഏറ്റെടുത്തല്ലോ. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം പിന്നെ അവരുടെ കാര്യത്തിന്റെ നിരീക്ഷകനായിട്ട് നീയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ നടന്നതെന്ന് കാണാനോ, എന്താ നടന്നതെന്ന് കേൾക്കാനോ, എന്താ സംഭവിച്ചതെന്നറിയാനോ എന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ. കാരണം ഞാനുള്ള കാലത്തുള്ളതല്ലേ എനിക്ക് കാണാനും കേൾക്കാനും അറിയാനും കഴിയൂ. എന്നെ നീ എന്റെ അടുത്തേക്ക് അങ്ങ് സമ്പൂർണമായി പിടിച്ചെടുത്തതിന്റെ ശേഷം പിന്നെ എന്താ നടന്നത് എന്നതിന് നീയല്ലയോ റബ്ബേ നിരീക്ഷകനായിട്ടുള്ളത്. കാരണം അൻത അലാ കുല്ലി ശൈഇൻ ഷഹീദ്, നീയാണ് എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയായിട്ടുള്ളവൻ. അതെനിക്ക് കഴിയൂല. എല്ലാ കാര്യത്തിനും സാക്ഷിയാവാൻ നിനക്കേ കഴിയൂ. എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയായുള്ളവൻ നീ മാത്രമാണ്. ഞാനുള്ള കാലത്ത് അതല്ലേ എനിക്ക് പറയാൻ പറ്റൂ.
ഞാൻ കണ്ടതേ എനിക്ക് പറയാൻ പറ്റൂ, ഞാൻ കേട്ടതേ എനിക്ക് പറയാൻ പറ്റൂ, ഞാൻ അവരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിനക്കറിയാമല്ലോ, പിന്നെ എന്താ നടന്നതെന്ന് നീയല്ലേ അറിയുള്ളവൻ, എനിക്കറിവില്ലല്ലോ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് പറയുമ്പോ ഇതേ ആശയത്തിന് സമാനമായ ഒരു കാര്യം അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഖുതുബയിൽ അത് പറയുന്നു. ഇത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യമാണോ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഇന്ന് ചില കക്ഷികൾ എന്താണ് പ്രകടിപ്പിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൂടെ പണ്ടേ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പടക്കുന്നതിന്റെ മുമ്പ് 10,000 കൊല്ലം മുമ്പെന്നും 2000 കൊല്ലം മുമ്പെന്നും 1,00,000 കൊല്ലം മുമ്പെന്നും 4,00,000 കൊല്ലം മുമ്പെന്നും 14,00,000 കൊല്ലം മുമ്പെന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ആ മൗലിന്റെ കിതാബുകളിൽ നിറഞ്ഞു കിടക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാന്റെ സമീപത്ത് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈ കാലഘട്ടത്തിലും മുഹമ്മദ് റസൂലുള്ള നമ്മുടെ കൂടെയുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ റസൂല് കാണുന്നു, എല്ലാം റസൂല് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരിയ കട്ടിയില്ലാത്ത കർട്ടനിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് എല്ലാം കാണുന്ന ഒരാളെ പോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അവിടുന്ന് ശരീരത്തോടുകൂടി ആത്മാവോടുകൂടി ഓരോ മജ്‌ലിസുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നബിയുടെ പേരിൽ നടക്കുന്ന മൗലീദിന്റെ സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തടിയോടുകൂടി റൂഹോടുകൂടി വന്നു ചേരുന്നുണ്ട്. പലരും നബിയുമായി കാണുന്നുണ്ടത്രേ, പലരും റസൂലുള്ളാഹിയുമായി സംസാരിക്കുന്നുണ്ടത്രേ, പലരും റസൂലുള്ളാഹിയുമായി വിവിധ മസ്അലകൾ ചർച്ച ചെയ്യുന്നുണ്ടത്രേ, പലരും പല വിഷയങ്ങളെപ്പറ്റിയും റസൂലുള്ളാഹിനോട് സംശയം ചോദിച്ച് നിവർത്തി വരുന്നുണ്ടത്രേ. ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ കൂടെ തന്നെ ഇന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാത്തിനും അല്ലാഹുവിന്റെ റസൂല് സാക്ഷിയാണ് എന്ന് ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് കത്തിവെക്കുന്ന ഈ ഏറ്റവും വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളിലെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയല്ലേ അങ്ങനെ പറയാറുള്ളത്? ആ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ആശയം എന്താണെന്ന് കേട്ടോ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വരെ ഇപ്പൊ നിങ്ങൾ കേട്ടു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വമാ ഖതലൂഹു വമാ സ്വലൂഹു, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, അവർക്ക് ക്രൂശിക്കാൻ കിട്ടിയിട്ടില്ല. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ബറഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇതിന്റെ വിശദീകരണമായി റസൂലുള്ളാഹിയും വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അവസാന കാലത്ത് യൻസിലു ഫീകും ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഏറ്റവും വലിയ നീതിമാനായ ഒരു ഭരണാധികാരിയായിക്കൊണ്ട് അദ്ദേഹം എന്നിട്ട് കുരിശിനെ തല്ലിയുടക്കുന്നതാണ്, ദജ്ജാലിനെ വച്ച് കളയുന്നതാണ്. അതൊക്കെ സുദീർഘമായ ഹദീസുകളാണ് സുഹൃത്തുക്കളെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അങ്ങയൊക്കെ പഠിപ്പിച്ചു തന്ന ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അല്ലാഹു അദ്ദേഹത്തിലേക്ക് സമ്പൂർണ്ണമായി ഏറ്റെടുത്തതിന്റെ ശേഷം എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്തതെന്ന് മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല, മഹാനവറുകൾ അതിന് സാക്ഷിയല്ല. അത് അല്ലാഹുവിനോട് ഈസാ നബി നാളെ പരലോകത്ത് വെച്ച് പറയുന്നുമുണ്ട്. ഇനി ഇതേ കാര്യം തന്നെ ഇതിന് സമാനമായ ഒരു സംഭവം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവര് പറയുന്നു, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ജനങ്ങളോട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും മഹ്ശൂറൂന ഇലല്ലാഹി ഹിഫാതൻ ഉറാതൻ ഗുല്ലാ, നിങ്ങളൊക്കെ നാളെ അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ്. ഹിഫാതൻ ഉറാതൻ ഗുല്ലാ, നഗ്നപാതരായി അഥവാ കാലിൽ ചെരിപ്പില്ലാതെ, അതേപോലെ തന്നെ വിവസ്ത്രരായി അഥവാ നഗ്നരായി, അതേപോലെ തന്നെ നിങ്ങൾ ജനിച്ചിട്ടുള്ള അതേ അവസരത്തിലുള്ളതുപോലെ
ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലക്ക് നാളെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഇതിന് തെളിവെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതി, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ എന്നിങ്ങനെ അവരെ ആദ്യ സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ നാം അവരെ മടക്കുന്നതാണ്. നമുക്കതിനൊരു പ്രയാസവുമില്ല, നാം അതിന് കഴിവുള്ളവരാണ്, നാം അത് ചെയ്യുന്നവരാണ് എന്നൊക്കെ അർത്ഥം വരുന്ന ആശയം വരുന്ന ആയത് മോദി ഇനി കേട്ടോളൂ. എന്നിട്ട് റസൂലുള്ള പറയുന്ന ജനങ്ങളോട്, അലാ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇന്ന അവ്വലൽ ഖലാഖി യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹീം. ആദ്യമായി സൃഷ്ടികൾക്കിടയിൽ നാളെ പരലോകത്ത് വെച്ച് സൃഷ്ടികൾക്കിടയിൽ ആദ്യമായി നല്ല ആദരവിന്റേതാ വസ്ത്രം നാളെ മഹ്ശറിൽ ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനായിരിക്കും. മഹാനവറുകൾക്ക് നാളെ പരലോകത്തുള്ള ഏറ്റവും വലിയൊരു മഹത്വമാണത്. എന്നിട്ട് റസൂല് പറയുന്നു, അലാ വഇന്നഹു യുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഭാഗം ആളുകൾ കൊണ്ടുവരപ്പെടുന്നു. അങ്ങനെ അവരെ ഏത് ഭാഗത്തേക്ക് അങ്ങ് പിടിച്ച് നീക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനാണ് ആ വരവ്. പക്ഷേ അവർക്ക് നൽകപ്പെടുന്നില്ല. അങ്ങനെ അവർ ഇടത് ഭാഗത്തേക്കങ്ങ് ആട്ടി അകറ്റപ്പെടുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു റബ്ബിനോട്, യാ റബ്ബി അസ്ഹാബി, എന്റെ റബ്ബേ, എന്റെ അനുയായികളല്ലയോ ആ നിൽക്കുന്നത്, എന്റെ അനുയായികളല്ലയോ എന്ന് പ്രവാചകൻ സങ്കടത്തോടുകൂടി പറയുമ്പോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നക ലാ തദ്രി, ഓ നബിയേ, ലാ തദ്രി, നിനക്കറിയില്ല, മാ അഹ്ദസു ബഅദക, നിന്റെ ശേഷം അവരെന്തൊക്കെ പുതിയതുണ്ടാക്കി എന്റെ ദീനിൽ. നീ പഠിപ്പിച്ചു കൊടുത്ത് പൂർത്തിയാക്കി കൊടുത്ത ദീനില്ലേ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അലകും പിടിയും അവര് മാറ്റിയവരാണ്. അതിന്റെ എല്ലാ ആശയങ്ങൾക്കും കടകവിരുദ്ധമായിക്കൊണ്ട് പുതിയൊരു മതത്തെ അവതരിപ്പിച്ച കക്ഷികളാണ് അവര്. അതുകൊണ്ടവര് യോഗ്യരല്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, ഈ ഹദീസ് നിങ്ങൾ പലപ്പോഴും മുമ്പും കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ കേൾക്കാത്തൊരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കുന്നത്. അങ്ങനെ ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിമ്പറിൽ പറയുകയാണ്, ഫഅഖൂലു കമാ ഖാലൽ അബ്ദു സ്വാലിഹ്, സാലിഹായ അടിമ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അതേപോലെ ഞാനും എന്റെ റബ്ബിനോട് പറയും. എന്താ പറയുന്നറിയോ? എന്തേ ഈസ നബി എന്ന് പറഞ്ഞത് അതന്നെ ഞാൻ പറയും. വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ് ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു പറയും, മുഹമ്മദ് നബിയെ, ഇവരെന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയോ? പിന്നെ എന്തിനാ നിങ്ങൾ അവരുടെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് പറയുകയാണ്, കുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, റബ്ബേ, ഞാൻ അറിഞ്ഞിട്ടില്ല. വകുന്തു അലൈഹിം ഷഹീദ, ഞാൻ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലത്ത്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ മരിപ്പിച്ചപ്പോൾ, കുന്ത അൻത റഖീബ അലൈഹിം, നീയായിരുന്നു അവരുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ടായിരുന്നത്. എന്റെ കാലശേഷം ഇസ്ലാമിന്റെ പേരിൽ ബിദഅത്തിന്റെ കക്ഷികളും ഖുറാഫാത്തിന്റെ കക്ഷികളും ശിർക്കിന്റെ കക്ഷികളും പിഴച്ചുപോയ കക്ഷികളുമൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രചരിപ്പിച്ചത് എന്ന് കാണാനോ കേൾക്കാനോ ഞാൻ അവിടെയില്ലല്ലോ. നീയല്ലേ അതിനൊക്കെ സാക്ഷിയുള്ളവൻ. കാരണം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീയല്ലയോ എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അതുകൊണ്ട് ഇൻ തുഅസിബും, അവരെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ ഫൈന്നഹും ഇബാദുക, നിനക്കതിന് അർഹതയുണ്ട്, അവര് നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഇസ്സത്തുള്ള പ്രതാപശാലിയാണ്, എല്ലാം അറിയുന്ന യുക്തിയുള്ളവനാകുന്നു.
ഈ അവസരത്തിൽ പറയപ്പെടുന്നു, നീ അവരിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം നിന്റെ ദീനിൽ നിന്ന് തെറിച്ചുപോയ കക്ഷികളാണിവര്. ആ നിലക്കുണ്ടാക്കിയ പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹു അങ്ങ് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ സംഭവം എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ റസൂല് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും കാണുന്നു എന്നാണോ, കേൾക്കുന്നു എന്നാണോ? ഇവിടെ റസൂലുള്ളാഹി ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട് എന്നാണോ? അല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് സ്വലാത്ത് ചൊല്ലലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അല്ലാഹുവിനോട് സ്വലാത്ത് ചെയ്യുമ്പോ, സ്വലാത്തിനെ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് തന്നെയും റസൂലിനെ സ്വലാത്ത് ചെല്ലുന്നവരിൽ നിന്ന് കേൾക്കുന്നതല്ല, അതെനിക്ക് എത്തിക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചാണ്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എങ്കിൽ പിന്നെ ഈ സ്വലാത്തിന്റെ കാര്യം മാത്രം എന്തിനെടുത്ത് പറയണം? അതിലെന്താ പ്രത്യേകതയുള്ളത്? അപ്പൊ സുഹൃത്തുക്കൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖിയായ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നിന്ന് പ്രവാചകൻ വഫാത്തായി പോയിട്ടുണ്ട്. ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂന, നബിയെ നിങ്ങളും മരിച്ചു പോകും, അവരും മരിച്ചു പോകേണ്ടവരാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുമ്പോ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഹദീസുകളിൽ വന്ന ചില പദങ്ങളെ പൊക്കിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് എല്ലാ കാലത്തും എല്ലാത്തിനും ദൃക്സാക്ഷിയാണ്. എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേക്കും പണ്ടേ ഉണ്ട്, ഇന്നും ഉണ്ട്, ഏത് കാലഘട്ടത്തിലും ഉണ്ട്. ഒരു കാര്യങ്ങളും നബി അറിയാതെ നടക്കുന്നില്ല, ഒരു കാര്യങ്ങളും നബി കാണാതെ പോകുന്നില്ല, ഒരു സംഗതിയും നബി അറിയാതെ പോകുന്നില്ല. എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദാണ്. ആ അർത്ഥത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളയും ആ അർത്ഥത്തിലുള്ള ഷഹീദാണെന്ന് പറയുമ്പോ അത് പടച്ച തമ്പുരാനിൽ ശിർക്ക് വെക്കലാണ്. അല്ലാഹുവിന്റെ ഈ ഇസ്മിൽ നമ്മൾ പങ്കു ചേർക്കലാണ്. ഈ പ്രത്യേകത ഈ പങ്കു ചേർക്കലാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെതിരല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ ഇവരീ പ്രചരിപ്പിക്കുന്ന ആശയത്തിനെതിരല്ലേ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവവും ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവവും മറിയം ബീവിയുടെ സംഭവവും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവവും അമ്പിയാക്കന്മാരുടെ മുഴുവൻ സംഭവങ്ങളും വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി കേൾപ്പിച്ചു തന്നല്ലോ. അതൊക്കെ നബി എങ്ങനെയാ പറഞ്ഞു തന്നത്? ശുഐബ് നബിയുടെ കാലത്ത് നബി ഉണ്ടായിട്ടാണോ? മൂസ നബിയുടെ കാലത്ത് റസൂൽ അവിടെ ഉണ്ടായിട്ടാണോ? ഈസ നബിയുടെയോ മറിയം ബീവിയുടെയോ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടാണോ? അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഷഹീദായിട്ടുണ്ടായത് കൊണ്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വമാ കുന്ത ബിജാനിബിൽ ഗർബി ഇദ് ഖദൈനാ ഇലാ മൂസൽ അംറ വമാ കുന്ത മിനശ് ശാഹിദീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന നേരത്ത് ആ പടിഞ്ഞാറ് ഭാഗത്ത് നബിയെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല, നിങ്ങളതിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നില്ല. തൂർ പർവ്വതത്തിന്റെ സമീപത്ത് വെച്ച് മൂസയെ നാം വിളിച്ചപ്പോ ആ സംഭവമൊക്കെ നിങ്ങളിപ്പോ ഖുർആനിലൂടെ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത് അന്ന് നിങ്ങളവിടെ സ്ഥലത്തുണ്ടായിട്ടല്ല. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് വമാ കുന്ത സാവിയൻ ഫീ അഹ്ലി മദ്യന തത്ലൂ അലൈഹിം ആയാതിനാ, മദ്യൻകാരുടെ പ്രദേശത്ത് മദിയൻ നിവാസികൾക്ക് സമീപം നബിയെ നിങ്ങൾ താമസിച്ചിട്ടൊന്നുമല്ല ശുഐബ് നബിയുടെ കഥ നിങ്ങൾ പറയുന്നത്. അതേപോലെ മറിയം അലൈഹിസ്സലാമിനെ ആര് സംരക്ഷിക്കണം എന്ന കാര്യഘട്ടത്തിൽ തർക്കം വന്നപ്പോ അവർ നറുക്കെടുപ്പ് നടത്തിയില്ലേ? ആ നറുക്കെടുപ്പ് നടത്തിയതും അവരുടെ കഫാലത്ത്, അവരുടെ സ്പോൺസർഷിപ്പ് ആരേറ്റെടുക്കണം എന്ന വിഷയത്തിൽ തർക്കം വന്നപ്പോൾ അവർ തർക്കിച്ചതുമൊക്കെ ഖുർആനിലുണ്ടല്ലോ. നിങ്ങൾ മറിയം ബീവിയുടെ കാലത്ത് ഉണ്ടായതുകൊണ്ടല്ല നിങ്ങൾ ആ കഥയൊന്നും പറയുന്നത്. വമാ കുന്ത ലദൈഹിം, നബിയെ നിങ്ങൾ അവരുടെ സമീപത്തുണ്ടായിരുന്നില്ല. ഇത് യുൽഖൂന അഖ്ലാഹും, അവരുടെ നറുക്കുകൾ അവർ കുലുക്കിയെടുത്തപ്പോ അയ്യും യക്ഫുൽ മറിയം, ആരാണ് മറിയമിനെ സംരക്ഷിക്കേണ്ടത് എന്ന പ്രശ്നത്തിൽ വമാ കുന്ത ലദൈഹിം, അവരുടെ സമീപത്ത് നീ ഉണ്ടായിരുന്നില്ല. ഇത് യഖ്തസ്മൂന, അവർ ഈ വിഷയത്തിൽ തർക്കം നടത്തുമ്പോ
എത്ര ആയത്തുകൾ വേണം സുഹൃത്തുക്കളെ? യൂസുഫ് നബിയുടെ സംഭവം പറയുന്നിടത്ത് അതായത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ 10 മക്കൾ യോഗം കൂടിയിട്ട് യൂസുഫ് നബിയെ തടിയെടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ സംഭവം അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനിലൂടെ ഓതി കേൾപ്പിച്ചു തരുന്നു. ഉടനെ അതാ അള്ളാഹു ആ നബിയെ കൊണ്ട് തന്നെ അതാ വിശുദ്ധ ഖുർആനിൽ ഓതിപ്പിക്കുന്നുവെന്ന് വമാ കുന്ത ലദൈഹിം, നബിയെ അവരുടെ അടുക്കൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. ഇത് അജ്മഉ അംറഹും വഹും യംകുറൂന, അവര് ഗൂഢാലോചന നടത്തുകയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി യോഗം കൂടി തീരുമാനിക്കുന്ന നേരത്ത് എന്തേ അവിടെ നടന്നതെന്ന് നേരിട്ട് സാക്ഷിയാക്കാൻ നിങ്ങൾ ഉണ്ടായിട്ടല്ല ഈ കഥകളൊക്കെ പറയുന്നത്. പിന്നെ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നോ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക്, ഇതൊക്കെ അദൃശ്യ വാർത്തകളാണ് നബിയേ, എല്ലാം മറഞ്ഞ കാര്യങ്ങളാണ്, ഒക്കെ നിങ്ങൾക്ക് വഹിയായിട്ട് അറിയിച്ചു തന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. അന്ധവിശ്വാസികൾ പ്രചരിപ്പിക്കുന്നു അന്നും നബിയില്ലാത്ത നബിനോട് കണ്ടോന്ന് ചോദിക്കുവാനാ ചോദിക്കുന്നത് നമ്മളോട്. വിശുദ്ധ ഖുർആൻ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രക്കാരെ കൊണ്ട് ആദ് സമുദായത്തെ കൊണ്ട് നിന്റെ റബ്ബെന്താ ചെയ്തതെന്ന് നബിയെ നീ കണ്ടില്ലേ? ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മുഹമ്മദ് നബി ഉണ്ടായിട്ടില്ലേ, കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അന്ന് നബി ഉണ്ടല്ലോ, അന്ന് നബി ഇല്ലാതെ എങ്ങനെയാണത് കാണുക? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിലെന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്നു. നാളിറാണ്, ഹാളിറാണ് എന്ന് പറഞ്ഞാൽ സർവസ്ഥലത്തും റസൂലിന്റെ സാന്നിധ്യമുണ്ട്, സർവകാര്യങ്ങളും റസൂലുള്ള നോക്കിക്കാണുന്നുണ്ട്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹുവിന്റെ ഈ വിശിഷ്ടമായ നാമത്തിന്റെ ആ അർത്ഥതലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു അന്ധവിശ്വാസികൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെട്ട സംഗതിയല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ചിലപ്പോ നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയാതിരുന്നാലേ ബഹുമാനക്കുറവുണ്ടാവുക, ബഹുമാനം കൂടുതലേ ചെയ്യാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് എന്താ പറഞ്ഞത്? ലാ തുറൂനി കമാ തത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ ദൂതനുമാകുന്നു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു വരത്തുന്നത് പോലെ അതിനേക്കാളപ്പുറവും മുസ്ലിം സമുദായത്തിലെ പല കക്ഷികളും പ്രചരിപ്പിക്കുകയാണ്. തരീഖത്തിന്റെ പേരിലും സൂഫിസത്തിന്റെ പേരിലും വിവിധ കക്ഷികളായി ചേരിഞ്ഞിട്ടുള്ള ഈ കക്ഷികൾ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിന്റേതായ മർത്തബയിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനെ പോലെ എല്ലാം പ്രവാചകനുമുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് പടച്ചതമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ ഷഹീദാണെന്ന് വിശ്വസിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂല് ഒരിപ്പോഴും പ്രസംഗിക്കുന്നവരെന്താ? അവരുടെ നേതാക്കന്മാര് ഇപ്പോഴും പ്രസംഗിക്കുന്നു, ആയിരങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നുവെന്ന്, നബിയെ അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, അങ്ങ് ഞങ്ങളുടെ ഈ മീറ്റിംഗ് കാണുന്നില്ലേ, ഞങ്ങളുടെ അവസ്ഥ അറിയുന്നില്ലേ, ഞങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ നബിയോട് ഇങ്ങനെ അഭിസംബോധന ചെയ്ത് പറയുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂല് എല്ലായിടത്തുമുണ്ട്, നബിയെ കാണാൻ കറാമത്തിന്റെ കണ്ണുകൾക്കേ കഴിയൂ. കറാമത്തിന്റെ കണ്ണുകളുള്ള ആളുകൾക്ക് നബിയുമായി നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. എന്നിട്ട് തെളിവും പറയുന്നു, പണ്ഡിതന്മാരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇമാം സുയൂത്തി ഇമാമിനോട് ചോദിക്കപ്പെട്ടു പോലും, നിങ്ങൾ എത്ര തവണ അള്ളാനെ കണ്ടിട്ടുണ്ട്? സ്വപ്നത്തിലല്ല. നിങ്ങൾ എത്ര തവണ അള്ളാനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാ ചോദ്യം. യഖ്ളത്തൻ മനാമൻ, സ്വപ്നത്തിലല്ല, ഉറക്കത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്വപ്നത്തിലല്ലാതെ നേരിട്ട് എത്ര തവണ കണ്ടിട്ടുണ്ട്? എന്താ മറുപടി പറഞ്ഞത്? 70-ലേറെ തവണ. 70-ലേറെ തവണ നബിയുമായി സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ്. ഇവരെക്കാണ് എത്തി നിൽക്കുന്ന ജനങ്ങൾ. ഇവരാപ്പന്ന് ലോകത്തിന്റെ നേതാക്കന്മാര്. ഇവരെ ആ ജനങ്ങൾ ഇന്ന് വലിയ പണ്ഡിതന്മാരായി കാണുന്നത്. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നത് അവൻ മാത്രമാണ്. അല്ലാഹുവാണ് എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ള. അത് അമ്പിയാക്കന്മാര് പറഞ്ഞതാണ്, ഈസാ അല്ലാഹുവിനോട് പറഞ്ഞതാണ്. നബിയും അത് തന്നെ പറയുമെന്ന് റസൂൽ തന്നെ അവിടുത്തെ തിരുനാൾ കൊണ്ട് നമുക്ക് പഠിപ്പിച്ച് തന്നതുമാണ് ഖുതുബയിലൂടെ. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതേ അവസരത്തിൽ കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും. അങ്ങനെ പലരും കാണുന്നുണ്ട്. ശൈഖ്മാരുടെ മജ്ലിസിൽ വരുന്നുണ്ട്. ചില സ്വലാത്തിന്റെ മജ്ലിസുകളിലൊക്കെ അവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവര് മാത്രമല്ല എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മിഖ്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വരുന്നതാണ്. നോക്കണം, നിങ്ങൾ വളരെ കൃത്യമായി അവരത് പഠിപ്പിക്കണം. ഒരു കാണും, കേൾക്കും, സംസാരിക്കും. കറാമത്തിന്റെ കണ്ണുകൾക്ക് അവരെ നേരിട്ട് കാണാനും കഴിയും. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇല്ലാന്ന് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. ഏതുപോലെ ഇൽമിന്റെ മജ്‌ലിസിലും പള്ളിയിലും ഒക്കെ മലക്കുകളില്ലേ, ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല വിചാരിച്ച് മലക്കുകളില്ല, അവിടെ ഇല്ല എന്ന് പറ്റുമോ? അതേപോലെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. നമ്മൾ കാണുന്നില്ലെന്നേ കറാമത്തിന്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കും. എന്നാ സുഹൃത്തുക്കളെ, എന്തിനായി സഹാബത്ത് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ ദിവസത്തിൽ വേദനിച്ചത്ര ലോകം വേറൊരു ദിവസം വേദനിച്ചിട്ടില്ല, ദുഃഖിച്ചിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതികമായ ശരീരം മണ്ണിലേക്ക് ആഴ്ത്തുന്നതിന്റെ മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങളിൽ തർക്കമുണ്ടായി. നബിയുടെ ഭൗതിക ശരീരം പുറത്ത് തന്നെയാണ്, അടക്കം ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. ആ അവസരത്തിലും നബിയുടെ ജനാസ എവിടെയാണ്, അവിടുത്തെ ഭൗതിക ശരീരം കബറടക്കേണ്ടത് എന്ന വിഷയത്തിൽ തർക്കം വന്നപ്പോ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? നബിയോട് അകലൊന്നങ്ങ് പൊക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരുന്നെങ്കിലോ? ചോദിച്ചിട്ടില്ല സഹാബിമാര്. അങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടില്ല. അവരുടെ വിഷയത്തിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സംസാരിച്ചിട്ടില്ല. കറാമത്തിന്റെ കണ്ണുകളില്ലേ, കറാമത്തില്ലാത്തവരാണോ സഹാബിമാര്? മിഖ്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഹാബിമാരൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ പോയോ, അതല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നബി ഇങ്ങോട്ട് ഇറങ്ങി വന്നോ? ഇതൊക്കെ നമ്മൾ ചിരിക്കേണ്ടതില്ല. അപ്പൊ ഇവരെക്കാളൊക്കെ വലിയ ആളുകളായി ഇന്നത്തെ ചില കള്ളവേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന ഷാദുലിയ തരീഖത്തെന്നും നഖ്ശബന്ദി തരീഖത്തെന്നും ദുസൂഖി തരീഖത്തെന്നും അതേപോലെ തന്നെ വൈവിധ്യമാർന്ന തരീഖത്തുകൾ, ആ കക്ഷികളൊക്കെ പറയുന്നത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതേ സ്ഥാനത്തേക്ക് ഈ രൂപത്തിൽ പ്രവാചകന്മാർ മാത്രമല്ല ഔലിയാഇനെ എന്ന് പറയുന്ന ആളുകളെയും അത് ഉയർത്തുകയാണ്. ഇതൊക്കെ ഷഹീദ് എന്ന പടച്ചതമ്പുരാനെ സംബന്ധിച്ചുള്ള ആ വിശേഷണത്തിന് ഏറെ എതിരി നിൽക്കുന്ന സംഗതിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് മാത്രമല്ല, എല്ലായിടത്തും നബിയുണ്ട് എന്ന് മാത്രമല്ലല്ലോ ഇവര് പ്രചരിപ്പിച്ചത്. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി വരെ എന്താ പ്രചരിപ്പിച്ചത്? ഞാൻ ആ നബിയുടെ കാലത്തുണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്, എപ്പോഴും ഉണ്ട്, ഏത് കാലത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മുഹമ്മദ് നബി മാത്രമല്ല ഇവരുടെ കഥയിൽ. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ ഞാനുണ്ട്, ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ ഞാനുണ്ട്, അതേപോലെ തന്നെ അറബിന്റെ നേരത്ത് ഞാനുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പദ്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ പലവരും വിശദീകരിച്ചതാണ്. എല്ലാ അവസരത്തിലും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ടൊരു സമയത്ത് ഉണ്ടായിട്ടുമില്ല. അതേപ്പോഴാ ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പീടിവേ ഞാൻ എന്ന് പറഞ്ഞോവർ. ഹല്ലാജ് എന്ന് പറഞ്ഞ സൂഫി ഉണ്ടായിരുന്നു. അയാൾ അള്ളയാണ് ഞാൻ പറഞ്ഞ ആളാണ്. എന്ത് പറഞ്ഞാൽ അയാൾ ഞാനാ അള്ളാന്നറിയും. അങ്ങനെ അയാളെ പിടിച്ച് കൊന്ന്, കൂടെ അയാളെ കൊന്നു. ആ കൊല്ലുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. കൊല്ലുന്നോന്റെ കൈ ഞാൻ പിടിച്ച ആളെ രക്ഷപ്പെടുത്തുമായിരുന്നു. അയാൾ പറഞ്ഞതിനൊരു തകരാറില്ല. അവിടെ മാത്രം ഒരാൾ ഉണ്ടായില്ല. അപ്പൊ ഈ രൂപത്തിൽ ഇതൊക്കെ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ദൃക്സാക്ഷിയായി എന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നല്ല. നബിയുടെ മുഹീദ്ദീൻ ശൈഖിന്റെ എല്ലാവരും ഉണ്ട്. ഈ അവസ്ഥയിലേക്കാണ് സമൂഹം എത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും വലിയ ശിർക്ക് ചിന്താഗതിയാണ്. ഇത് പാടില്ലാത്തതാണ്. അപ്പോ അള്ളാഹുവിനെ പറ്റി ഈ പേര് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ആ അർത്ഥത്തിൽ ഇനി ഒരു ഷഹീദ് വേറെ ഉണ്ട് എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. ഇതേപോലെ തന്നെ സമാനമായ പേരാണ് സുഹൃത്തുക്കളെ അർ-റഖീബ്. റഖീബ് എന്ന അള്ളാഹുവിന്റെ പേര് 3 തവണ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, മഹാനായ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി ഈ ഭാഗവും വിശദീകരിച്ച് കാണാൻ സാധിക്കും. റഖീബ് എന്നതിന് വളരെ കൃത്യമായി അദ്ദേഹം അവിടെ അർത്ഥം നൽകുന്നു. നമ്മൾ വിശദീകരിച്ച അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വകാനല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബ. അല്ലാഹു എല്ലാ കാര്യത്തിനും നിരീക്ഷകനായിട്ടുണ്ട്. നിങ്ങളെല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബയുടെ തുടക്കത്തിൽ കേൾക്കുന്നില്ലേ ഒരായിട്ട് യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ കൃത്യമായിട്ട് ആ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് എന്ത് കേൾക്കാം? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ മേൽ ദൃക്സാക്ഷിയായിട്ടുള്ളവനാണ് എന്ന അർത്ഥത്തിന് സമാനമായ നിലയിൽ റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകനാണ്, എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇതേത് സമാനമായ ഒരു പേരാണതും. വകാനല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബ. ഇങ്ങനെ 3 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, പടച്ചതമ്പുരാന്റെ ആ വിശേഷണത്തെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചവൻ മനസ്സിലാക്കണം, അവൻ
ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ ഇങ്ങനെ കണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവന്റെ അറിവിൽ നിന്നൊന്നും തന്നെ ഒരു ഉറക്കം ബാധിക്കുന്നില്ല, മയക്കം ബാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സംസാരമോ ചലനമോ പോലും, ഒരു ചെറിയ ഒരിളക്കം പോലും, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന നേരിയ വികാരങ്ങൾ പോലും അല്ലാഹു അറിയാതെയാകുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യരോട് അല്ലാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മുറാഖബത്ത് നിനക്കുണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഏത് നിലക്ക്? നീ അവനെ കാണുന്നത് പോലെ ആരാധിക്കണം. അല്ലാഹനെ നമ്മളിങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മൾ അല്ലാഹനെ ആരാധിക്കേണ്ടത്. അത് മനുഷ്യന്റെ മനസ്സിലാണ് ആ ബോധം വേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ വെക്കാനൊന്നുമില്ല, ബിംബമില്ല, ചിത്രമില്ല, ഉമാക്കളില്ല, കല്ലുകളില്ല. എന്ത് പച്ചവന്റെ ഒരു പ്രതീകം എന്ന നിലക്ക്, ദൈവത്തിന്റെ ഒരു പ്രതീകം എന്ന നിലക്ക് മുമ്പിലൊന്നൊരു കോൺസെൻട്രേഷൻ കിട്ടാനാണ് പ്രതിമ വെക്കുന്നത്, ബിംബം വെക്കുന്ന എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ കോൺസെൻട്രേഷന്റെ ആവശ്യം മുസ്ലിമീങ്ങൾക്ക് എന്ത് നോക്കിയിട്ട് വേണ്ടതില്ല. അത് അവർ കൽബിലാണ്, തന്റെ കൽബിലാണ്. ആ അല്ലാഹു തന്നെ കാണുന്നുണ്ട്. അവനെ നീ നോക്കി കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കണം. ഇല്ലം തറാഹു, അവൻ നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നു. ഈ നിലക്കാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതാണ് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, റഹിമല്ലാഹു അബ്ദൻ, ഒരടിമയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, വഖഫ ഇൻദ ഹമ്മിഹി, ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവൻ ആലോചിക്കും. ഫഇൻ കാന ലില്ലാഹി മാ, അല്ലാഹുവിനുള്ളതാണെങ്കിൽ, അല്ലാഹു പൊരുത്തപ്പെടുന്ന സംഗതിയാണെങ്കിൽ അവൻ ആ കാര്യത്തിൽ ഏർപ്പെടുന്നു. വഇൻ കാന ലിഗൈരിഹി തഅഖറ, ആർക്കെങ്കിലും മാറിപ്പോകുമോ അല്ലെങ്കിൽ തെറ്റായി പോകുമോ അവൻ അതിൽ നിന്ന് പിന്തിരിയും. കാരണം എന്താ? അല്ലാഹ് എല്ലാം അറിയുന്നു എന്ന കൃത്യമായ ബോധം അവനുണ്ട്. അപ്പൊ റഖീബ് എന്ന നാമവും ഈ ഷഹീദ് എന്നതിനോട് ഏതാണ്ട് താരതമ്യപ്പെടുത്താവുന്ന ഏറ്റവും നല്ല നാമമാണ്. ഇനി സുഹൃത്തുക്കളെ, അൽ കരീം എന്ന നാമം അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ്. കുറെ നാമങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അൽ കരീം എന്ന് വിശുദ്ധ ഖുർആൻ 3 തവണയാണ് പറഞ്ഞിട്ടുള്ളത് നാമമായി. അതേപോലെ തന്നെ അക്രം, അക്രം എന്നത് ഒരു തവണയും. അൽ അക്രം, ഇഖ്റഅ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്താണ് അക്രം അല്ലെങ്കിൽ കരീം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ അതും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? മഹാനായ ഇബ്നു കസീർ വിശദീകരിക്കുന്നു. പടച്ചവൻ കരീമാണ്. കരീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പേരാണ്. അക്രം അവന്റെ പേരാണ്. എന്താണ് കരീം? മാന്യനാണ്, ഉദാരനാണ്. അൽക്കറം, അത്യധികം മാന്യതയുള്ളവനാണ്, അത്യുദാരനാണ്. അവരത്ര ഔദാര്യം ചെയ്യുന്ന, അവന്റെ അത്ര ഒരു മാന്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ഒരാളും അറിയില്ല. അവൻ കരീമാണ്, അവൻ അക്രമാണ്. ഇവർ ചരിത്രത്തിൽ പറയുന്നു, പടച്ചവനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്ത്? അവൻ ഔദാര്യം ചെയ്യുന്നു. അവന്റെ നിഅമത്ത് ആസ്വദിച്ച് അനുഭവിച്ചിട്ട് അവനോട് ധിക്കാരം കാണിക്കുന്നവർക്ക് പോലും അവൻ പിന്നെയും എന്ത് ചെയ്യും? കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് അവന്റെ ഔദാര്യം. മാത്രല്ല, അള്ളാഹു കൊടുത്ത നിഅമത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ അള്ളാഹിനോട് ധിക്കരിക്കുന്ന ആളുകളില്ലേ, എന്നിട്ടും അള്ളാഹു ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാഹ് കണ്ണുകൊണ്ട് ഹറാം ഇങ്ങനെ കാണുന്നേന്, അള്ളാഹ് തന്ന കണ്ണാണ്. അള്ളാഹ് തന്ന കൈ കൊണ്ട് ഹറാമ് ചെയ്യാം. അള്ളാഹ് കൊടുത്ത പണം ഹറാമിലേക്ക് ചെലവഴിക്കുകയാണ്. അള്ളാഹു തന്നിട്ടുള്ള എല്ലാ കഴിവും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഭാഗത്തിലേക്ക് ചെലവഴിക്കുകയാണ്. എന്നിട്ടും പടച്ചോൻ എന്ത് ചെയ്യാണ്? അപ്പൊ തന്നെ കണ്ണ് പൊട്ടിപ്പോണ്ടോ? ഞാൻ തന്ന കണ്ണുകൊണ്ട് കാണുന്നില്ല, പോട്ടെ എന്നിട്ട് കണ്ണ് സംഭവിക്കുന്നില്ല. കൈകാലം ഒടിഞ്ഞു പോകുന്നുണ്ടോ? പണം ഇല്ലാതാവുന്നുണ്ടോ? ചിലപ്പോ കൂടുതൽ കയ്യൾക്ക് ഇങ്ങനെ കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ കൊടുക്കുന്നു. പടച്ചോൻ അങ്ങനെ കരീമാണ്, അവൻ അക്രം, അത്യുദാരമാണ്. അങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ട് ഒരു കാര്യക്കൊക്കെ കൊടുക്കണം. പരീക്ഷണം എന്നുള്ളതിലും ശിക്ഷ എന്നുള്ളതിലും ഔദാര്യം എന്നുള്ളതിലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങോട്ട് എതിര് ചെയ്യുന്ന തന്റെ നിഅമത്തുകൾ പറ്റിയിട്ട് ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തി തന്നെ തന്നോട് ധിക്കരിക്കുന്ന ആളുകളോട് പോലും, അവർക്ക് പോലും ഔദാര്യം ചെയ്തു കൊടുക്കാൻ മാത്രം അത്യുദാരനായ അക്രമാണ്, കരീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ ഇബ്നുൽ അറബി മഹാനായ പണ്ഡിതനാണ്. ഇബ്നു അറബി അല്ല, അയാൾ സൂഫിയാണ്. ഇത് ഇബ്നുൽ അറബിയാണ്. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു കാണാം, ഒരു പകത്തിനൊന്നുമല്ല കൊടുക്കുന്നത്, അവനങ്ങനെ കൊടുക്കുകയാണ്. പകരങ്ങട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പക്ഷം അങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്കും അല്ലാത്തവർക്കും
അവനെ ആക്ഷേപിക്കുന്നവർക്കും അവനെ ധിക്കരിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് എന്നോട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ നാവോട് ചോദിച്ചിട്ടില്ലാത്തതും കുറെ കിട്ടിയിട്ടില്ലേ? ഇവിടെ ഈ ലോകത്തുള്ളതൊക്കെ നമ്മൾ ചോദിച്ചതാ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടറിഞ്ഞ് എന്തെല്ലാം ഒക്കെ നൽകിയിട്ടുണ്ട്. അത്രത്തോളം ഞാമത്താണ് വാരി കോരി കൊടുത്തിരിക്കുന്ന ഉദാരനാണ് അവൻ. കരീം, ഉദാരൻ, അക്രം, അത്യുദാരൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാമെന്നാൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താനേ സാധ്യമല്ല. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് പടച്ചവന്റെ ഔദാര്യത്തിന്റെ ചില ഉദാഹരണങ്ങൾ പറയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യം അവന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു ഇവിടെ ഹസനാത്തുകളെയും സയ്യിആത്തുകളെയും ഒക്കെ ഇവിടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സുബയ്യന ദാലിക, എന്നിട്ട് അവരുടെ ഒക്കെ വിശദീകരണം പറഞ്ഞു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്മയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തിന്മയാണ്. എന്നിട്ട് അല്ലാഹു ചെയ്തൊരു ഔദാര്യം എന്താണെന്നറിയോ? ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ആരെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടേയുള്ളൂ, ഫലം യഅമൽഹാ, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഒരാൾ ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചു, ഇക്കൊല്ലം ഹജ്ജിന് പോകണം അയാൾ വിചാരിച്ചു. പക്ഷെ അയാളുടെ ഇതല്ലാത്തൊരു കാരണം കൊണ്ട് അയാൾക്ക് അതിന് പോകാൻ പറ്റിയില്ല. എന്നാലും അല്ലാഹുവിന്റെ അടുക്കൽ അയാൾക്ക് സമ്പൂർണമായ നന്മയുടെ പ്രതിഫലമായി അത് രേഖപ്പെടുത്തപ്പെടുന്നു. ഹജ്ജിന്റെ കൂലി തന്നെ അയാൾക്ക്. എന്നാ പിന്നെ അയാൾ ഹജ്ജിൽ പോണ്ടാന്നുണ്ടോ? ഞാൻ ബാധ്യത വീടിയിട്ടുണ്ടോ? ഇല്ല. അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ പോകണം. പക്ഷേ അയാൾ കഴിയാതെ അയാൾക്ക് അതിന് കൂലിയാണ്. ഫൈൻഹുവ ഹമ്മ, ഇനി ഒരാളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, നല്ല കാര്യം, അമിലഹ, അയാൾ അത് ചെയ്യുകയും ചെയ്താലോ, കതബഹല്ലാഹു ലഹു ഇൻദഹു അശറ ഹസനാത്തിൻ ഇലാ 700 ضعف ഇലാ അദ്ഫിൻ കസീറാ. അല്ലാഹുവിന്റെ ഉദാരത, അല്ലാഹുവിന്റെ ഔദാര്യം നോക്കൂ. ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ചു, അയാളത് ചെയ്യുകയും ചെയ്തു. എന്നാലോ അയാൾക്ക് പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ 10 നന്മ മുതൽ ഇലാ 700 ضعف 700 ഇരട്ടി വരെ, ഇലാ അദ്ഫിൻ കസീറാ, പിന്നെ എത്രയാണ് പിന്നെ കണ്ടില്ല. അതാണ് അല്ലാഹുവിന്റെ ഔദാര്യം. ഇനി അതേ അവസരത്തിൽ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നോക്കൂ, പടച്ചവന്റെ ഔദാര്യം നോക്കൂ. വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാളൊരു ചീത്ത കാര്യം ചെയ്യാൻ വിചാരിച്ചു, ഒരു തെറ്റായ കാര്യം, ഒരു ഹറാമായ കാര്യം ചെയ്യാൻ വിചാരിച്ചു, ഫലം യഅമൽഹാ, അയാളത് ചെയ്യില്ല എങ്കിൽ കതബഹല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മയുടെ പ്രതിഫലമാണ് അവന് രേഖപ്പെടുത്തപ്പെടുന്നത്. എങ്ങനെ? ചീത്തയായ കാര്യം ഒരാൾ ചെയ്തെങ്കിൽ ആ സയ്യിഅത്തിന്റെ പ്രതിഫലമാണ് അയാൾക്കുള്ളത്. ഒരാൾ ചെയ്തില്ലെങ്കിലോ അയാൾക്കത് നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. അപ്പൊ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം. ഒരാളൊരു കാര്യം തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, അയാൾ ചെയ്തില്ല, ഞാൻ എന്റെ സന്ദർഭം കിട്ടായി, അങ്ങനെ പഠിച്ചോട്ട് നന്മയുടെ പ്രതിഫലം അതല്ല ഉദ്ദേശം. അപ്പാനെ ഓർത്തിട്ടോ പിന്നറിയും. എന്നാ അവൻ ആ ചീത്ത വിചാരിച്ചതുപോലെ അവനത് നന്മയായിട്ട് എഴുതപ്പെട്ടു. ഇനി അവൻ ചീത്ത വിചാരിച്ചു ചെയ്യുകയും ചെയ്തു, എന്നാലോ 10 തിന്മയുടെ പ്രതിഫലം എടുത്തോ? അതില്ല, ഒരു തിന്മയുടെ പ്രതിഫലം. ഇത് അല്ലാഹുവിന്റെ കറമാണ്, അവന്റെ കറമാണത്. അവൻ കരീമാണ്, അവൻ അക്രമാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, പടച്ചതമ്പുരാൻ ഒരിക്കലും മറച്ചു പറ്റിയവരെ ശിക്ഷിക്കുന്നവനല്ല, അബദ്ധം സംഭവിച്ചവനെ ശിക്ഷിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ ഉദാരതയ്ക്ക് പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾ ചെയ്യുന്ന പ്രതിഫലത്തിന് വരെ പ്രതിഫലം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതവന്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് അതാ റൗഹാ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടുന്നു. നബിയും സഹാബിമാരും കൂടെ യാത്ര പോകുമ്പോൾ റൗഹായിലെത്തിയപ്പോൾ ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മനിൽ ഖൗം, ആരായി ജനങ്ങൾ എന്ന് ചോദിച്ചു. നിങ്ങൾ ഏത് നാട്ടുകാരാന്ന് ചോദിച്ചു. കാലും അവർ പറഞ്ഞാൽ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഈ ടീമിനെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പൊ അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്,
നിങ്ങളാരാണ് മനസ്സിലായില്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് കൂട്ടരെ. കണ്ടോ, എനിക്കവിടെ ഞാൻ വലിയ ആളാണെന്ന് തിരിച്ചറിയാനുള്ള ജാടകളില്ല, ആ നിലക്കുള്ള പ്രത്യേകമായ സംവിധാനങ്ങളിൽ. അത് കണ്ടോ, ഞാൻ റസൂലുള്ളാഹ് പറയുന്നു. അപ്പൊ ഉടനെ യാത്രാസംഘത്തിലെ ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു കുട്ടിയെയും ഉയർത്തി കാണിച്ചു നബിയുടെ മുമ്പിലേക്ക്. എന്നിട്ട് ചോദിക്കുന്നു, അലിഹാദാ ഹജ്ജുൻ, അലിഹാദാ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ, ഹജ്ജ് ചെയ്യാമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നഅം, ചെയ്യാം, ചെയ്തോളൂ, വലകി അജ്റുൻ, കൂലി നിനക്കാണ്. കേട്ടോ, മക്കൾ ചെയ്യട്ടെ, കൂലി നിനക്കാണ്. കുട്ടികൾക്ക് അതിന്റെ സമയമായിട്ടില്ല, അവർക്ക് ശിക്ഷയില്ല, രക്ഷയില്ല, അപായമായിട്ടില്ല. അവിടെ അവര് ചെയ്താൽ കൂലി നിനക്ക്. ഇത് അല്ലാഹുവിന് വലിയ ഔദാര്യമാകുന്നു. പടച്ചവൻ കരീമാണ്, അവൻ അക്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അല്ലാഹുവിന്റെ ആ നിലക്കുള്ള ഔദാര്യങ്ങൾ അത് വേറൊരാളർക്കും കിട്ടുന്നതല്ല. അപ്പൊ പടച്ചതമ്പുരാൻ കരീമാണ്, അക്രമാണ്. അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന റഖീബ, എല്ലാ കാര്യങ്ങൾക്കും അവൻ ദൃക്സാക്ഷിയായ ഷഹീദുമാണ്. ആ നിലക്കൊരു ഷഹീദ് വേറെയില്ല, ആ നിലക്കൊരു റഖീബ് വേറെയില്ല, ആ നിലക്കൊരു കരീം വേറെയില്ല, ആ നിലക്കൊരു അക്രം വേറെയില്ല. ഇതൊക്കെ പടച്ചതമ്പുരാന്റെ മാത്രം സവിശേഷമായ മഹനീയമായ അർത്ഥതലങ്ങളിൽ അവന് മാത്രമേ പ്രയോഗിക്കപ്പെടുകയുള്ളൂ. അതല്ലാത്ത നിലക്കുള്ള പല അർത്ഥങ്ങളിലും ആശയങ്ങളിലും മറ്റു പലർക്കും ഇത് ഉപയോഗിച്ച് കാണാം. അതൊക്കെ വേറെ അർത്ഥത്തിലും ആശയത്തിലുമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നന്നായി അറിയാനും അവനെ യഥാർത്ഥമായ നിലക്ക് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ ഒന്നുപോയിട്ട് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.